ജെട്ടി സാബുവിന്റെ ജനനത്തെക്കുറിച്ച് താരതമ്യം ചെയ്യുന്ന ആ വീഡിയോ, 15 സെക്കൻഡുള്ള വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്തവർക്ക് വേണ്ടി ആ വീഡിയോ, അതായത് ഈ കാണുന്ന വീഡിയോ ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ മറുപടി പറയാം. ഈ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളിലുള്ള പല കുട്ടികളുടെയും DNA പരിശോധിച്ചാൽ നമുക്ക് യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് അറിയാൻ പറ്റും. ആദ്യം തന്നെ പറയാം, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ, ആ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിലെ വാക്കുകൾ ചിലപ്പോൾ വൈകൃതമാക്കി പോകും. നമ്മൾ പറയാറില്ലേ, സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കുമെന്ന്. നമ്മുടെ ജെട്ടി മുതലാളി സാബു ഉണ്ടല്ലോ, സാബു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാനസിക വിഷമത്തില്ല. സംഭവം വേറൊന്നുമല്ല, ജെട്ടി സാബുവിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് ജെട്ടി സാബുവിന്റെ തള്ള ഈ അടുത്തിടെ ജെട്ടി സാബുവിനോട് പറഞ്ഞു കൊടുത്തുവല്ലോ. അത് കേട്ടപ്പോൾ മുതൽ ജെട്ടി സാബു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഈ ജെട്ടി സാബു എന്ന് പറയുന്നത് നമ്മളെ കിറ്റക്സ് മുതലാളി. അങ്ങനെ ജെട്ടി എടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ ബാംഗ്ലൂരും ഗുജറാത്തും അവിടെയൊക്കെ പോയി മാർവാടികളുമായിട്ട് ഇടപാടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ വീട്ടിൽ നിന്ന് ജെട്ടി എടുക്കാനും അതിന്റെ വിതരണത്തിനൊക്കെ വേണ്ടിയിട്ട് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകും. അങ്ങനെ പോയി പിന്നീട് ഇദ്ദേഹം ജെട്ടി സാബുവിന്റെ തന്ത എന്ന് പറയുന്ന ആൾ വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ മാർവാടികൾ ജെട്ടി സാബുവിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു വലിയ യാഥാർത്ഥ്യവും ഒരു വലിയ സത്യവും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യം തന്നെ പറയാം, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ, ആ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിലെ വാക്കുകൾ ചിലപ്പോൾ വൈകൃതമാക്കി പോകും. നമ്മൾ പറയാറില്ലേ, സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കുമെന്ന്. അപ്പോൾ വികൃതമായ ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ പറയുന്ന വാക്കുകളിൽ ചിലപ്പോൾ വൈകൃതവും വികൃതവും ഉണ്ടാകാം. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ജെട്ടി മുതലാളി സാബു ഉണ്ടല്ലോ, സാബു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാനസിക വിഷമത്തില്ല. സംഭവം വേറൊന്നുമല്ല, ജെട്ടി സാബുവിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് ജെട്ടി സാബുവിന്റെ തള്ള ഈ അടുത്തിടെ ജെട്ടി സാബുവിനോട് പറഞ്ഞു കൊടുത്തുവല്ലോ. അത് കേട്ടപ്പോൾ മുതൽ ജെട്ടി സാബു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഈ ജെട്ടി സാബു എന്ന് പറയുന്നത് നമ്മളെ കിറ്റക്സ് മുതലാളി. ആ സത്യം, തന്റെ ജനനം എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ജെട്ടി സാബു സഖാക്കളെയും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, സഖാക്കളാരും ജെട്ടി സാബുവിനോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തോന്നരുത്. തന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ മാനസിക വിഷമത്തിലാണ് ജെട്ടി സാബു ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ പലരും ജെട്ടി സാബുവിന്റെ ജനനത്തെക്കുറിച്ച് താരതമ്യം ചെയ്യുന്ന ആ വീഡിയോ, 15 സെക്കൻഡുള്ള വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്തവർക്ക് വേണ്ടി ആ വീഡിയോ, അതായത് ഈ കാണുന്ന വീഡിയോ ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ മറുപടി പറയാം. ഈ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളിലുള്ള പല കുട്ടികളുടെയും DNA പരിശോധിച്ചാൽ നമുക്ക് യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് അറിയാൻ പറ്റും. ഞാന് കഴിഞ്ഞ തവണ കോലഞ്ചേരിയിൽ വെച്ച് കേട്ടല്ലോ. ഞാൻ ചിന്തിക്കുന്നത്, ഈ ജെട്ടി സാബുവിന്റെ ജനനവും സഖാക്കളുടെ കുടുംബവുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളതാണ്. ആലോചിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി, പക്ഷെ അത് ശരിയല്ല. സംഭവം തുറന്നു പറയാം. ജെട്ടി സാബുവിന്റെ അടുത്ത് ജെട്ടി സാബുവിന്റെ തള്ള പറഞ്ഞു, മോനെ സാബു, നിന്റെ തന്തയെന്ന് പറയുന്ന ആൾക്ക്, തന്തയെന്ന് പറയുന്ന ആൾക്ക് പണ്ട് ജെട്ടി കച്ചവടമായിരുന്നു. അങ്ങനെ ജെട്ടി എടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ ബാംഗ്ലൂരും ഗുജറാത്തും അവിടെയൊക്കെ പോയി മാർവാടികളുമായിട്ട് ഇടപാടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ വീട്ടിൽ നിന്ന് ജെട്ടി എടുക്കാനും അതിന്റെ വിതരണത്തിനൊക്കെ വേണ്ടിയിട്ട് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകും. അങ്ങനെ പോയി പിന്നീട് ഇദ്ദേഹം ജെട്ടി സാബുവിന്റെ തന്ത എന്ന് പറയുന്ന ആൾ വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ മാർവാടികൾ ജെട്ടി സാബുവിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. ജെട്ടി സാബുവിന്റെ തന്തയെന്ന് പറയുന്നവൻ അവിടെ ജെട്ടികൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജെട്ടി സാബുവിന്റെ തള്ളയ്ക്ക് ജെട്ടിയിടാനുള്ള അവസരം പോലും മാർവാടികൾ കൊടുത്തില്ല എന്നായിരുന്നു അവരുടെ ഏറ്റുപറച്ചിലും കുറ്റസമ്മതവും. തീർച്ചയായിട്ടും അങ്ങനെ ഏതോ മാർവാടി ജെട്ടിയിടാൻ സമയം കൊടുക്കാതെ കഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ജനനമാണ് ജെട്ടി സാബുവിൻ്റേത്. പക്ഷെ അതിൽ ഈ സഖാക്കളോട് എന്തിനാണ് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി തള്ളയെങ്ങാനും പറഞ്ഞു കൊടുത്തോ എന്നറിയില്ല, അതിനിടയിൽ ഏതോ ഒരു സഖാവ് പണി പറ്റിച്ചതാണെന്ന്. പക്ഷെ സഖാക്കൾ അങ്ങനെയുള്ളവരല്ല എന്നുള്ള സത്യം നമുക്കറിയാവുന്നത് കൊണ്ട് എന്തായാലും ഒരു സഖാവിന്റെ മകനാനുള്ള യോഗ്യതയൊന്നും ജെട്ടി സാബുവിന് ഇല്ലാത്തത് കൊണ്ടും അത് ചിലപ്പോൾ ജെട്ടി സാബുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തള്ള പറഞ്ഞു കൊടുത്തതാവാം. എന്തായാലും ഏതൊക്കെയോ മാർവാടികൾക്കിടയിൽ കിട്ട കഷ്ടപ്പെട്ട ജനനമുണ്ടായ ജെട്ടി സാബുവിനോട് പറയാനുള്ളത്, നിന്റെ തന്ത ആരെന്നറിയാനെങ്കിലും
അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ നിന്റെ DNA ടെസ്റ്റ് എന്നെടുത്ത് കേരള ജനതയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ആദ്യം നീ അതൊന്ന് തെളിയിക്കുക, എന്നിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലോട്ട് കയറാം. ഇത്രയും പറയണമെന്ന് കരുതിയതല്ല. ജെട്ടി സാബുവിൻ്റെ ജനനം എങ്ങനെയാണെന്ന് അറിയുമ്പോൾ മറ്റുള്ളവരോട് വിളിച്ചു പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. കാരണം ജെട്ടി സാബു എന്ന് പറയുന്ന വേണ്ട പോട്ടെ, ഊഹിച്ചെടുത്തോണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു.